ഓം ശാന്തി. 12/2/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ മോഹത്തിൻ്റെ ചരടുകൾ ഇപ്പോൾ മുറിഞ്ഞു പോകണം. എന്തുകൊണ്ടെന്നാൽ ഈ മുഴുവൻ ലോകവും നശിക്കാനുള്ളതാണ്. ഈ പഴയ ലോകത്തിലെ ഒരു വസ്തുക്കളോടും രുചി ഉണ്ടായിരിക്കരുത്, അതായത് താല്പര്യമുണ്ടാകരുത്. ഈ വസ്തു ഇല്ലാതെ, ഈ വ്യക്തിയില്ലാതെ, ഈ കാര്യമില്ലാതെ എനിക്ക് നിലനിൽപ്പില്ല എന്ന തോന്നൽ കാരണം ആ വസ്തുവിനെ എൻ്റേത് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതിനെയാണ് മോഹം എന്ന് പറയുന്നത്. ആ കാര്യം അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ വസ്തു ഇല്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കാണില്ല, എനിക്ക് ശാന്തി കാണില്ല, എനിക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്ന തോന്നലാണിത്. എന്നാൽ ബാബ പറയുന്നു, ഈ മോഹത്തിൻ്റെ, അതായത് അറ്റാച്ച്മെൻറ്റിൻ്റെ എല്ലാ ചരടുകളും ഇപ്പോൾ മുറിഞ്ഞു തന്നെ പോകണം. കാരണം നമ്മൾ ഓരോരുത്തരും ആത്മാക്കളാണ്. ആത്മാവ് അശരീരിയായാണ് വന്നത്, ഇനി അശരീരിയായി തിരിച്ചു പോകുകയും വേണം. അങ്ങനെയുള്ള അശരീരിയായ ആത്മാവിന് ഈ ലോകത്തിലുള്ള ഒരു വസ്തുവോ വ്യക്തിയോ കാര്യമോ ആവശ്യമില്ല. ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിനോടും ഒരു വസ്തുവിനോടും നമ്മൾക്ക് താല്പര്യവും ഉണ്ടാകരുത്. കാരണം ഈ താല്പര്യം നമ്മളെ അശരീരിയാകുന്നതിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കും. ചോദ്യം: ഏത് കുട്ടികൾക്കാണ് ആത്മീയ ലഹരി ഉയർന്നിരിക്കുന്നത്? അവരുടെ ടൈറ്റിൽ എന്തായിരിക്കും? ഈ ലഹരി ഏത് കുട്ടികൾക്കാണ് ഉയരുന്നത്? ഉത്തരം: ആത്മീയ ലഹരിയിലിരിക്കുന്ന കുട്ടികളെക്കുറിച്ച് പറയുന്നതാണ് മസ്ത് കലന്തർ, അതായത് ആനന്ദ രാജാവ്. അവരാണ് കളങ്കീധർ, അതായത് പൊൻതൂവൽ ചൂടിയ കിരീടധാരി ആകുന്നത്. അവരിൽ രാജ്യാധികാരത്തിൻ്റെ ലഹരി ഉയർന്നിരിക്കും. ബുദ്ധിയിലുണ്ടായിരിക്കും, ഇപ്പോൾ നമ്മൾ യാചകരിൽ നിന്ന് ധനികരായി മാറുന്നു എന്ന്. ലഹരി അവർക്കാണ് ഉയർന്നിരിക്കുന്നത്, ആരാണോ രുദ്രമാലയിൽ കോർക്കപ്പെടുന്നത്. ലഹരിയുള്ളത് ആ കുട്ടികൾക്കാണ്. ആർക്കാണോ നിശ്ചയമുള്ളത് നമ്മൾക്ക് വീട്ടിലേക്ക് പോകണം, പിന്നെ പുതിയ ലോകത്തിലേക്ക് വരണം എന്ന്. ബ്രഹ്മബാബയ്ക്ക് താൻ ഇനി ശ്രീകൃഷ്ണനായി ജനിക്കാൻ പോവുകയാണ് എന്ന ലഹരി എപ്പോഴും ഉണ്ടായിരുന്നു. താൻ രാജകുമാരനാകാൻ പോവുകയാണ്, വിശ്വാധികാരിയാകാൻ പോവുകയാണ് എന്ന സന്തോഷം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കുട്ടികൾക്കും നാം എന്തായി തീരാൻ പോകുന്നു എന്ന ഓർമ്മയുണ്ട് എങ്കിൽ തീർച്ചയായും ലഹരി ഉയർന്നിരിക്കും. ആർക്കാണോ ലഹരി ഉയർന്നിരിക്കുന്നത് അവരെയാണ് മസ്ത് കലന്തർ എന്ന് പറയുന്നത്. മസ്ത് കലന്തർ എന്നാൽ ആനന്ദ രാജാവ് എന്ന അർത്ഥം വരും. അവരെ തന്നെയാണ് കളങ്കീധർ അല്ലെങ്കിൽ പൊൻതൂവൽ കിരീടം ചൂടിയ കിരീടധാരി എന്നും പറയുന്നത്. എല്ലായ്പ്പോഴും ആ ആത്മാക്കൾക്ക് താൻ ഭാവിയിൽ എന്താകാൻ പോകുന്നു എന്ന ലഹരി ഉണ്ടായിരിക്കും. ആ ലഹരിയുടെ പ്രഭാവത്തിൽ അവരുടെ ദിനചര്യയും അവരുടെ പ്രവൃത്തികളും അവരുടെ ചിന്താഗതിയും എല്ലാം ഉയർന്ന നിലവാരമുള്ളത് ആയിരിക്കും. അവർക്ക് തന്നെയാണ് രുദ്രമാലയിൽ വരാൻ സാധിക്കുന്നത്. അവർക്ക് എല്ലായ്പ്പോഴും ഓർമ്മയുണ്ടാകും, നമ്മൾക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതാണ്, ശാന്തിധാമത്തിലേക്ക്, പരംധാമത്തിലേക്ക് പോയി പിന്നെ പുതിയ ലോകത്തിലേക്ക്, സത്യയുഗത്തിലേക്ക് വരേണ്ടതാണ് എന്നെല്ലായ്പ്പോഴും ഓർമ്മയുണ്ടാകും. അതിൻ്റെ ലഹരിയും ഉണ്ടാകും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സദാ ഈയൊരു ലഹരിയിലിരിക്കണം. നമ്മൾ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. സ്വയത്തിൽ ജ്ഞാനത്തിൻ്റെ ശക്തി നിറച്ച് കാന്തമായി തീരണം. ആത്മീയ സന്ദേശവാഹകരാകണം. 2. സദ്ഗുരുവിൻ്റെ
പിതാവിൻ്റെ പേര് ചീത്തയാവുന്ന തരത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. എന്ത് സംഭവിച്ചാലും ഒരിക്കലും കരയരുത്. ആദ്യ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ മാസ്റ്റർ ജ്ഞാന സാഗരമാണ്. ഈ ജ്ഞാനത്തിൻ്റെ ശക്തി ഉള്ളിൽ നിറച്ച് കാന്തമായി തീരണം. ശക്തി നിറയ്ക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ബുദ്ധിയിൽ വിചാരസാഗര മന്ഥനം ചെയ്ത് ഈ ജ്ഞാനത്തെ സ്പഷ്ടമായി വ്യക്തമായി മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ജീവിതത്തിൽ ഈ ജ്ഞാനത്തെ ഉപയോഗിച്ച് അതിൻ്റെ അനുഭവമൂർത്തരാകുക. ഇതിലൂടെയാണ് ജ്ഞാനത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയ്ക്കേണ്ടത്, കാന്തവും ആകേണ്ടത്. ഒപ്പം ആത്മീയ സന്ദേശവാഹകരാകണം. ബാബ എന്ത് സന്ദേശം നമ്മൾക്ക് നൽകിയോ അത് ലോകത്തിലെല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, സദ്ഗുരുവിൻ്റെ ബാബയുടെ പേര് ചീത്തയാകുന്ന തരത്തിലുള്ള ഒരു കർമ്മവും നമ്മളിൽ നിന്ന് സംഭവിക്കരുത്. കാരണം ബാബയുടെ പേര് ചീത്തയാവുന്ന തരത്തിലുള്ള കർമ്മം സംഭവിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾക്കൊരിക്കലും നമ്മളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നാണ്. പറയാറുണ്ട്, സദ്ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല എന്ന്. എന്ത് തന്നെ സംഭവിച്ചാലും ഒരു കാര്യത്തിലും കരയരുത് എന്ന് ബാബ പറയുന്നു. ബാബയ്ക്ക് കരച്ചിൽ ഒരിക്കലും ഇഷ്ടമല്ല. കരയുന്നവരോട് ബാബ ചോദിക്കുന്നത്, എന്താ നിങ്ങൾ വിധവയാണോ എന്നാണ്. നമ്മളുടെ പതി എന്നത് സ്വയം പരമേശ്വരൻ തന്നെയാണ്, അതായത് ശിവ് ബാബയാണ്. ശിവ് ബാബ ഒരിക്കലും നമ്മളെ വിട്ടുപോയില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഓരോ കാര്യങ്ങളിൽ കരയുന്നത്? വരദാനം: സത്യതയുടെ ഫൗണ്ടേഷനിലൂടെ, ചലനത്തിലൂടെയും മുഖത്തിലൂടെയും ദിവ്യതയുടെ അനുഭൂതി ചെയ്യിക്കുന്ന സത്യവാദിയായി ഭവിക്കട്ടെ. ലോകത്തിൽ അനേക ആത്മാക്കൾ സ്വയം തന്നെ സത്യവാദി എന്ന് പറയുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. എന്നാൽ സമ്പൂർണ്ണ സത്യത പവിത്രതയുടെ ആധാരത്തിൽ ഉണ്ടാകുന്നു. പവിത്രത ഇല്ല എങ്കിൽ സദാ സത്യത ഉണ്ടാകാൻ സാധ്യമല്ല. സത്യതയുടെ ഫൗണ്ടേഷൻ പവിത്രതയാണ്. സത്യതയുടെ പ്രത്യക്ഷ പ്രമാണം മുഖത്തിലൂടെയും ചലനത്തിലൂടെയും ദിവ്യത ഉണ്ടാകും. പവിത്രതയുടെ ആധാരത്തിൽ സത്യതയുടെ സ്വരൂപം സ്വാഭാവികവും സഹജവുമായി ഉണ്ടാകും. എപ്പോൾ ആത്മാവും ശരീരവും പാവനമാകുന്നുവോ അപ്പോൾ പറയും സമ്പൂർണ്ണ സത്യവാദി, അതായത് ദിവ്യത സമ്പന്നമായ ദേവതകൾ എന്ന്. സത്യതയുടെ ആധാരം പവിത്രതയാണ്. എപ്പോഴാണോ നാം പവിത്രമാകുന്നത് അപ്പോഴാണ് നാം സത്യസ്വരൂപമാകുന്നത്. അത് മുഖത്തിലൂടെയും ചലനത്തിലൂടെയും ദിവ്യതയുടെ രൂപത്തിൽ പ്രത്യക്ഷമാകുന്നു. എപ്പോൾ ആത്മാവും ശരീരവും രണ്ടും സമ്പൂർണമായി പാവനമാകുന്നുവോ അപ്പോഴാണ് സമ്പൂർണ്ണ സത്യവാദി എന്ന് പറയുന്നത്. സമ്പൂർണ്ണ സത്യവാദി എന്നാൽ ദിവ്യത നിറഞ്ഞ ദേവീ ദേവതകൾ എന്നാണ് അർത്ഥം. സ്ലോഗൻ: പരിധിയില്ലാത്ത സേവനത്തിൽ ബിസിയായിരിക്കൂ, എങ്കിൽ പരിധിയില്ലാത്ത വിരക്തി സ്വാഭാവികമായും വരും. മുഴുവൻ ലോകത്തിനോടും നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിനാൽ എന്നും നാം മുഴുവൻ ലോകത്തിനും ദാനം ചെയ്യണം, മനസ്സാ സേവനം ചെയ്യണം. എപ്പോഴാണോ മുഴുവൻ ലോകത്തിനു വേണ്ടിയും നാം സേവനം ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഉള്ളിൽ സ്വാഭാവികമായും പരിധിയില്ലാത്ത വിരക്തി ഉണ്ടാകും. ഓം ശാന്തി.